എല്ലാവരും അസ്യൂം ചെയ്യുന്നൊരു കാര്യമാണല്ലേ, നമ്മൾ പ്രായമാവും തോറും ഇമോഷണലി മെച്യൂർ ആവുന്നു, ഇന്ന പ്രായത്തിൽ ഇന്ന ആൾക്കാർ ഈ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. സ്ഥിരമായിട്ട് കേട്ട് വന്നിട്ടുള്ളതാണ്, ഇന്ന ആൾക്ക് ഇന്ന പ്രായമായി, അപ്പം ഈ രീതിയിൽ ബിഹേവ് ചെയ്യേണ്ട സമയമായി. ഇമോഷണൽ മെച്യൂരിറ്റി ഏജുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ സർവൈവൽ ബേസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാമെന്നല്ലാതെ ഇമോഷണൽ ഐക്യു ഏജ് കൂടുന്തോറും കൂടിക്കൂടി വരണം എന്നുള്ളത്, കൂടിയിരുന്നെങ്കിൽ നല്ല കാര്യമാണെങ്കിലും കൂടുന്നില്ല എന്നുള്ളതാണ് സത്യം. 10 വയസ്സുള്ള കുട്ടികളെ കാണാൻ കഴിയും, അവർക്ക് അവരുടെ പേരൻസിനേക്കാളും ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള കുട്ടികളെ കാണാൻ കഴിയും. അതുപോലെ തന്നെ 80 വയസ്സിന് മേലെയുള്ളവരെ കാണാൻ കഴിയും, കുട്ടികളുടെ അത്രയും പോലും ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്തവർ. അതുകൊണ്ട് ഏജും ഇമോഷണൽ മെച്യൂരിറ്റിയും തമ്മിൽ ഡയറക്റ്റായിട്ടൊരു കണക്ഷനൊന്നുമില്ല. ഏജുമായിട്ട് ഇതിനൊരു റിലേഷൻ ഇല്ലെങ്കിലും നമ്മൾ വളർന്നു വരുന്ന എൻവയൺമെൻറ്റുമായിട്ടും നമ്മൾ ഇടപെടുന്ന ആൾക്കാരുമായിട്ടുമൊക്കെ ഇതിന് നല്ലൊരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ വളർന്നു വന്നത് തന്നെ വളരെ EQ കൂടുതലുള്ള ആൾക്കാരുടെ സറൗണ്ടഡ് ആയിട്ടാണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾ ജോലി സ്ഥലത്തോ നിങ്ങൾക്കിപ്പോൾ ഉള്ള ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നതൊക്കെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടാനുള്ള ചാൻസ്. എന്നാൽ വേറൊരു കേസ്, നിങ്ങൾ വളർന്നു വരുന്നത് ഒട്ടും ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്ത വ്യക്തികളുടെ കൂടെ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്നവർ ഒരു രീതിയിലും അങ്ങനെ ഒരു മെച്യൂരിറ്റി കാണിക്കാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കട്ടെ. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഔട്ട്കം അല്ല 2 ഔട്ട്കം ഉണ്ടാവും. ഒന്നാമത്തേത്, നിങ്ങൾക്കൊരു ഗ്രോത്ത് മെൻറ്റാലിറ്റി ആണെങ്കിൽ നിങ്ങൾ ഈ ആൾക്കാരുടെ ആക്ടിവിറ്റി കണ്ടിട്ട് ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടതെന്നും, ഇത്രയായിട്ടും ഇത്രയും പ്രായമായിട്ടും അല്ലെങ്കിൽ ഇത്രയും ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് ഈ ഒരു മെച്യൂരിറ്റി ഇല്ലല്ലോ എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് പല രീതിയിലുള്ള ലെസൺസ് എടുക്കാനാണ് നോക്കുക. ഇനി അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. നിങ്ങൾ ആ ഒരു സറൗണ്ടിങ്ങിലാണെന്നുള്ള ഒരു എക്സ്ക്യൂസ് വെച്ചിട്ട് നിങ്ങൾക്കും അതുപോലെ ഒരാളാവാം, അല്ലെങ്കിൽ അതിലും വേഴ്സ് ആയിട്ടുള്ള ഒരാളാവാൻ വേണ്ടി ട്രൈ ചെയ്യാം. എന്നാൽ നിങ്ങൾ കോൺഷ്യസ് ആയിട്ടല്ല ഈ സിറ്റുവേഷനിൽ ഈ EQ ഇല്ലാത്തവരുടെ കൂടെയാണ് നിങ്ങൾ സറൗണ്ടഡ് എങ്കിൽ, നിങ്ങൾ പെരുമാറുന്നത് കോൺഷ്യസ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അവരെക്കാൾ താഴ്ന്ന ഒരു ലെവലിലേക്ക് EQ നിങ്ങളുടേത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കിളിലുള്ള ആൾക്കാരുടെ ഒരു ആവറേജ് EQ എന്താണോ ആ ഒരു ലെവലിൽ നിങ്ങളും തുടരും. ഇതിൽ എൻവയൺമെൻറ്റ് ഒരു ഫാക്ടറാണെന്ന് പറയുന്നത് നിങ്ങൾക്കത് ലേൺ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ആ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻവയൺമെൻറ്റ് കാരണമാണ് നിങ്ങൾ അങ്ങനെ എന്നുള്ളതല്ല. അത് മാത്രമല്ല, നിങ്ങളുടെ എൻവയൺമെൻറ്റിൽ നിന്ന് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഇമോഷൻസ് എന്തൊക്കെയാണോ അതും നിങ്ങളെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ എത്ര കോൺഷ്യസ് ആണ്, എത്ര കാലറിയാണ് ഇന്ന സാധനങ്ങളിൽ നിന്ന് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം എത്ര കാലറി കൺസ്യൂം ചെയ്യണമെന്നും, അതിൽ കൂടുതൽ കൺസ്യൂം ചെയ്താൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് ബാഡ് കൊളസ്ട്രോൾ, ഏത് രീതിയിലാണ് ഇന്ന ഫാറ്റ്സ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുക, എല്ലാത്തിനെ പറ്റിയും എല്ലാവർക്കും വൈഡായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുപോലെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നൊരു കാര്യം അത് കാണാനില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നില്ല എന്നുള്ള ഫാക്ടർ നിങ്ങൾക്ക് ഡിനൈ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ഉള്ള ഒരു എൻവയൺമെൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തെല്ലാം രീതിയിലുള്ള നല്ല ഭക്ഷണം കഴിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമല്ലേ. അത് പൊല്യൂട്ടഡ് ആകുമ്പോഴേ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അതുവരെ അത് ജസ്റ്റ് അറൗണ്ട് ഉണ്ട്, അതിൻ്റെ നമുക്ക് ഇമ്പാക്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള എയർ ആണെങ്കിൽ നമ്മളതിനെപ്പറ്റി ബോധേഡേ അല്ല. അതുപോലെയാണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഇമോഷൻസും. നിങ്ങളുടെ ചുറ്റിനുമുള്ള എൻവയൺമെൻറ്റിൽ ചിലപ്പോൾ അത് ഹെയ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അത് ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ അതൊരു ഡിപ്രസിങ് തരത്തിലുള്ളൊരു എൻവയൺമെൻ്റ് ആയിരിക്കാം. അതുപോലെയുള്ള വാർത്തകൾ, ഇതൊക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത്, നിങ്ങൾ ഡെയിലി എത്ര ഡോസിലാണ് നിങ്ങളിതൊക്കെ കൺസ്യൂം ചെയ്യുന്നത്, എത്ര നേരമാണ് നിങ്ങൾ നിങ്ങളുടെ എൻവയൺമെൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ തന്നെ കൊണ്ടുവയ്ക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെ, ഓവറോൾ മെൻ്റൽ ഹെൽത്തിനെ മാത്രമല്ല ആഫ്റ്റർ സം ടൈം അത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾ ഈ കൺസ്യൂം ചെയ്യുന്ന കാര്യം അത്രയും ടോക്സിക് ആകുമ്പോഴാണ് നമ്മളതിനെ ടോക്സിക് എൻവയൺമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതല്ലാതെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന് പല ലെവൽസ് ഉണ്ട്. നിങ്ങൾക്ക് ടോക്സിക് എന്ന് തോന്നുന്നൊരു കാര്യം മാത്രമായിരിക്കണം. നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ഫുഡാണെങ്കിലും കണ്ടാൽ തന്നെ അറിയാം ഇത് കഴിക്കാൻ പാടില്ല. അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് അത്ര കണ്ടാൽ മനസ്സിലാവില്ല. ഷുഗർ കോട്ട് ചെയ്ത് വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ തോന്നില്ല ഇത് അൺഹെൽത്തി ആണെന്ന്. അതുപോലെയുള്ള പലതരത്തിലുള്ള ഇമോഷൻസ് അത് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഈ കൺസ്യൂം ചെയ്യുന്ന ഓരോ ഇമോഷനും ഏതോ ഒരു ലെവലിൽ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ കൺസ്യൂം ചെയ്യുന്ന ഇമോഷണൽ കണ്ടന്റ് ഇതിൽ ചിലതിനോട് നിങ്ങൾ അഡിക്റ്റഡ് ആയിരിക്കാം, അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ മോശമായിട്ട് എന്തെങ്കിലും ഒരു നടന്നാൽ നമ്മൾ എന്താണ് അടുത്ത മോശമായിട്ടുള്ള അതുപോലെ മോശമായിട്ടുള്ള വേറെ എന്തെങ്കിലും കാണാനോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് അങ്ങനത്തെ കോണ്ടന്റ് കൺസ്യൂം ചെയ്യാനോ അങ്ങനെയുള്ള ആൾക്കാരോട് ലിസൺ ചെയ്യാനോ അതൊക്കെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. അത് നമ്മളുടെ ഒരു ടെൻഡൻസിയാണ്.
ആൻഡ് അത് നിങ്ങൾ കുറേ കാലത്തേക്ക് നിങ്ങളുടെ എന്താണോ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമോഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഫീഡ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളെന്ന വ്യക്തി കുറച്ച് കഴിയുമ്പം അതിനോട് അഡിക്റ്റഡ് ആവും. ആ നെഗറ്റീവ് ഇമോഷൻ ചിലപ്പം ഹെയ്റ്റ് ആവാം, ചിലപ്പം ദേഷ്യമാവാം, ചിലപ്പം വയലൻസ് ആവാം, ഇങ്ങനെ ചിലപ്പോൾ വിഷമം, ഡിപ്രഷൻ, ഇതൊക്കെ ആവാം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് അഡിക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ, ഫിസിക്കൽ ഹെൽത്തിനെ, നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യും. നമ്മളുടെ എൻവയൺമെൻറ്റ് അത് നമ്മൾക്ക് എല്ലാ രീതിയിലും ക്ലെൻസ് ചെയ്യുക, മാറ്റുക, അവരെല്ലാവരും നന്നാവുക എന്ന് പറയുന്നൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ നിങ്ങൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത്? നിങ്ങളുടെ എൻവയൺമെൻറ്റിലെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ലേണിങ്സ് എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഇതിന് റിയാക്ട് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്? അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.